വിമാന ദുരന്തം അന്വേഷിക്കാൻ വൈദഗ്ധ്യമുള്ള US-UK അന്വേഷണ സംഘങ്ങൾ രാജ്യത്തെത്തി. അന്വേഷണ സംഘങ്ങൾക്ക് പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തെന്ന് ടാറ്റ ഗ്രൂപ്പ് വ്യക്തമാക്കി. ടാറ്റ ഗ്രൂപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ദിവസങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസമെന്നും ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ പറഞ്ഞു. വിവരങ്ങൾ നൽകാൻ PR അരവിന്ദ് ചേരുകയാണ്. അരവിന്ദ്, അമേരിക്കയുടെയും ബ്രിട്ടന്റെയും വിദഗ്ധരാണ് ഇപ്പോൾ അന്വേഷണത്തിനായി എത്തിയിരിക്കുന്നത്. ടാറ്റ ഗ്രൂപ്പ് ഏത് തരത്തിലാണ് ഇവരുമായി സഹകരിക്കുക? സർക്കാരുമായുള്ള ചർച്ചകൾ, സർക്കാരിൻ്റെ സംഘങ്ങളുമായി, ഏജൻസികളുമായുള്ള ചർച്ചകളും ഉണ്ടാകുമോ? എന്തായാലും അമേരിക്കയിൽ നിന്നും അതുപോലെ തന്നെ ബ്രിട്ടനിൽ നിന്നും എത്തിയ അന്വേഷണ സംഘങ്ങൾക്ക് പൂർണ്ണ പിന്തുണയാണ്, പൂർണ്ണ സഹകരണവും ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ ചന്ദ്രശേഖരൻ സഹപ്രവർത്തകർക്ക് അയച്ച കത്തിലാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. US-UK അന്വേഷണ സംഘങ്ങൾ അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. കാരണം US-ൽ നിന്നും അതുപോലെ തന്നെ UK-യിൽ നിന്നുള്ള പൗരന്മാർക്ക് ഈ വിമാന അപകടത്തിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ടീമുകൾ നേരത്തെ തന്നെ എത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ DGCAയും ഈ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നതാണ് നേരത്തെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്ന് ടാറ്റ ഗ്രൂപ്പും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ടാറ്റ ഗ്രൂപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായെന്ന് കൂടി ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ വ്യക്തമാക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, പക്ഷേ കണ്ടെത്തുമെന്ന് തന്നെ ടാറ്റ ഗ്രൂപ്പ് വ്യക്തമാക്കിയിരിക്കുന്നു. മരണപ്പെട്ടവർക്കൊപ്പമാണ് തങ്ങൾ എപ്പോഴും ഉള്ളത്. വളരെയധികം ദുഃഖം കൂടി ടാറ്റ ഗ്രൂപ്പ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തങ്ങൾ മനഃപൂർവ്വമോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടോ പറ്റിയത് അപകടമല്ല, പക്ഷേ ഇപ്പോൾ അതിനൊന്നും പറയണം അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാൻ തങ്ങൾ തീരുമാനിച്ചിട്ടില്ല. കൃത്യമായി കാര്യത്തിൽ അന്വേഷണം നടക്കും. എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം കൃത്യമായി തന്നെ പുറത്തു വരുമെന്നതാണ് ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. വിവിധ അന്വേഷണ സംഘങ്ങൾ, ഇന്ത്യയുടെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ US-UK സംഘങ്ങൾ കൂടി അഹമ്മദാബാദിലെത്തി അന്വേഷണം ആരംഭിച്ചതായാണ് ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്.